കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഈ സ്ത്രീകൾ എന്തിനാ ഹോട്ടൽ റൂമിലോട്ട് പോയിട്ട് തുണി അഴിച്ചു കൊടുക്കണേന്നാ, എന്നിട്ട് തിരിച്ച് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ പോകും. അതെന്താ അവളന്മാരെ ഏത് ഗണത്തിലാണ് പെടുത്തുന്നത്? അതൊന്ന് പറഞ്ഞു തരൂ. പിന്നെ നമ്മൾക്കെല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ഓടി നിന്ന് കഷ്ടപ്പെടാം. ഡയറക്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചാൽ മതി, പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവും. സ്പോട്ടിൽ ചിലപ്പോൾ അറസ്റ്റ് വരെ നടത്തും. അതാണ് ഇന്നത്തെ രീതി. ചാനലുകാർക്കാണെങ്കിലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എവിടെയൊക്കെ ഉണ്ടാക്കട്ടെ, പായ പിരിച്ചാട്ടൊക്കെ ഉണ്ടാക്കട്ടെ, അതോ എന്താണ് മൂത്രം കഴിച്ചോ, ബാത്റൂമിൽ പോയോ, അല്ല മറ്റ് സംഭവങ്ങളൊക്കെ നോക്കി നടക്കലാണ് ഇപ്പൊ ചാനലിന്റെ പണി, മാമാപ്പണിയാ. പിന്നെ ഒരുത്തിനെ പറയുന്നുണ്ടല്ലോ, ഒരു റീനീന, ഇവള് ആരാ? ഇവള് ചാനൽ ചർച്ചയിലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. ഇവൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഇവള് ഏത് സിനിമയിലാണ് അഭിനയിച്ചേക്കണത്? അതൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറയാമോ? യുവ നടി എന്ന് പറയാനിട്ട് ഇവള് ഏത് സിനിമയിലാണ് ഉള്ളത്? യുവ നടി. ഇവള് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സീരിയലാണെങ്കിൽ പോലും കണ്ടത് ഓർമ്മയില്ല. ഇവള് ഏതാ ഇവള്? അവള് മറ്റേ മുന്നിൽ കിടന്ന് കുറെ ഷോ കിടന്ന് കാണിക്കുന്നുണ്ടല്ലോ. അവള് പറഞ്ഞ നിയമം മാറ്റണം, തിരുത്തണം. എടി നീ ഈ ഇത് മാത്രം കണ്ടിട്ടുള്ളോ? നീ ഇവന്റെ കേസ് മാത്രം, ഈ രാഹുൽ എന്ന വ്യക്തിയുടെ കേസ് മാത്രം കണ്ടിട്ടുള്ളോ നീയാ? എന്തുമാത്രം പൊതുപ്രവർത്തകന്മാര് ഇതിന് പുറകെ ഇറങ്ങിയിട്ടുണ്ട്. നീ എന്താടി അപ്പ അവരെ കുറിച്ചൊന്നും പറയാത്ത എന്താ നീ? എത്രമാത്രം പൊതുപ്രവർത്തകർ, സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ എത്രയോ പേര് ഈ പീഡനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നീ എന്നാ അതിന്റെ ഒന്നും കാര്യം പറയാത്ത? രാഹുലിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നല്ല. രാഹുൽ എന്ന വ്യക്തി ഇതുപോലെയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അയാൾക്ക് അഥവാ എന്തെങ്കിലും മാനസിക വൈകൃതകൾ ഉണ്ടെങ്കിൽ അയാളതിനൊരു ചികിത്സയും എടുക്കണം. പക്ഷേ എല്ലാവരും കൂടിയിട്ട് ആ മനുഷ്യനിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇതേ നിലപാട് എല്ലാ കേസിലും ഉണ്ടാവണം. ഇപ്പൊ ഈ പറയുന്ന CPM പാർട്ടിയിലുണ്ടല്ലോ കുറെ അവന്മാർക്കെതിരെയും ഉണ്ടാവണം ഇതേപോലത്തെ നടപടി. അവർക്കൊന്നും ഇല്ലാത്ത ഈ ഒരു ഡയറക്ടറിന്റെ കേസ് വന്നപ്പോ തന്നെ എത്ര നാള് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക്, അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം പോലും ഉണ്ടായില്ലല്ലോ, ഒന്നും തന്നെ ഉണ്ടായില്ലല്ലോ. അതുപോലെ എത്ര കേസിലും പറയുന്ന ഈ മുകേഷ് എന്ന നടന്റെ, അയാൾ ഒരു മന്ത്രിയില്ല, അയാളുടെ ഭാഗത്തുനിന്നും അയാൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഇത്രയും വലിയ സീനൊന്നും ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരൊന്നും ഇതിനെതിരെ കിടന്നിട്ട് കളിച്ചില്ല? എന്തുകൊണ്ട്? കാരണം ഈ രാഹുലിനോട് കളിക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും തന്നെ അറിയാം. ഇയാളുടെ ഭാഗത്ത് തെറ്റാണ്, ഇയാള് പെണ്ണുപിടിയനായിരിക്കാം, ആണെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമം എന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. അല്ലാതെ ഒരാൾക്ക് വേറെ മറ്റൊരാൾക്ക് വേറെ, അതൊക്കെ ഒരു അനീതിയല്ലേ ഇതൊക്കെ. റീനെ, നീ ചാനൽ ചർച്ചയിലൊക്കെ പോയി പങ്കെടുക്കാൻ നേരം നീ തന്നെ ആദ്യം മനസ്സിലാക്കുക നീ ആരാണെന്ന്. നീ ആദ്യം ഞങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കി താ. നീ ആരാണ്, നീ ഏതാണ് നടി എന്നുള്ള നീ ഒന്ന് പറഞ്ഞതാ. എന്നിട്ട് നീ പോയി കിടന്നിട്ട് കൊരയ്ക്ക് ചാനലിൽ പോയി, കേട്ടോ? അത് ഈ മാധ്യമപ്രവർത്തകർ കൂടി ഒന്ന് മനസ്സിലാക്കണം, കേട്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണെങ്കിൽ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ആദ്യം ഒന്നാമത്തെ അതിജീവിത, പിന്നെ രണ്ടാമതൊരു അതിജീവിത, പിന്നെ മൂന്നാമത് വന്നേക്കണെന്താ അതിജീവിത. ആദ്യത്തെ അതിജീവിതയുടെ ഭർത്താവ് കൊണ്ട് കേസ് കൊടുക്കണം. രാഹുല് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നു, പിന്നെ ഒരു MLA ഇറങ്ങി നടക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ നാലാമത് ഇപ്പൊ വന്നേക്കണം, മൂന്നാമത് വേറൊരു അതിജീവിത. പക്ഷെ ഇവളുമാരിനകത്ത് ഏറ്റവും തമാശ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോ, ഇവളുമാര് പ്രശ്നം തീർക്കാനായിട്ട് ഓടുന്നത് ഹോട്ടൽ റൂമിലോട്ട് പോയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ. എന്നിട്ട് പിന്നെ അത് മൂന്നാമത്തെ അതിജീവിത കൊല ഫ്രീക്ക. അവള് ഹോട്ടൽ റൂമിലോട്ട് പോയി എല്ലാം കഴിഞ്ഞ് അവളുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അവളുടെ കാര്യം നടക്കാതെ വരുമ്പോഴത്തേക്കും അവള് കംപ്ലൈന്റ് മുക്കി പിടിച്ച് നടക്കും. കൊള്ളാം. എടി, നീയൊക്കെ നല്ലൊരു ഭാര്യയാണെങ്കിൽ നീയൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങളെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് പറഞ്ഞു തീർക്കണം. അല്ലാതെ മൂന്നാമതൊരാളെ ഇടപെടുകയല്ല ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു രീതിയിലും ഇല്ലെങ്കിൽ നീ നിങ്ങളുടെ കുടുംബത്തിൽ പറയണം. അത് കഴിഞ്ഞിട്ട് പോകേണ്ടത് നേരെ കോടതിയിലോട്ട്. എന്നിട്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും പിന്നെയാണ് കോടതിയിലോട്ട് പോകണം. അല്ലാതെ ഓരോ പാർട്ടി പ്രവർത്തകരുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടിയിട്ടല്ല പോകേണ്ടത്. അത് ആദ്യം നീയൊക്കെ മനസ്സിലാക്കുക. ഇന്നിപ്പൊ ഞാൻ പറയും, ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഞാൻ അതിജീവിതന്മാരെ അപമാനിച്ചു എന്ന് പറഞ്ഞോ. കാരണം ഞാൻ അപമാനിച്ചേക്കുന്നത് ഇതുപോലുള്ള അതിജീവിതം, അല്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളെ ഒരിക്കലും ഞാൻ അപമാനിക്കത്തില്ല. കാരണം അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതുപോലുള്ള അതിജീവിതമായിട്ട് ഇതൊന്ന് കേൾക്കണം. ഇങ്ങനെ വരുന്ന ഇനിയും വരുമായിരിക്കും. ഇനിയിപ്പോ 3 എണ്ണമല്ലായിട്ടല്ല, ഇനി 4, 5, 10 വരുമായിരിക്കും. ആൾമാരുടെ എല്ലാവരോടും കൂടെയാണ് പറയണത്.